ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 7-ാം അധ്യായം ആരംഭിക്കുന്നു. 1-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ശൗനക ഉവാച നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണഃ ശ്രുതവാംസ്തദഭിപ്രേതം തതഃ കിമകരോത് വിഭുഃ. ശൗനകഃ ഉവാച, ശൗനകൻ പറഞ്ഞു. നാരദേ നിർഗതേ സതി, ശ്രീ നാരദ മഹർഷി പോയി കഴിഞ്ഞപ്പോൾ, ഹേ സൂത, അല്ലയോ സൂത, ഭഗവാൻ ബാദരായണഃ, ഏറ്റവും ശ്രേഷ്ഠനായ അല്ലേ ഭഗവാൻ തന്നെയായ ആ വ്യാസര് തദഭിപ്രേതം, നാരദ മഹർഷിയുടെ അഭിപ്രായത്തെ ശ്രുതവാൻ, കേട്ടുവല്ലോ. തതഃ, അനന്തരം, വിഭുഃ കിം അകരോത്, ആ തത്വം അറിഞ്ഞിരിക്കുന്ന വിഭുവായ സമർത്ഥനായ അദ്ദേഹം എന്തു ചെയ്തു എന്ന് ചോദിക്കുകയാണ്. നാരദ മഹർഷി തൻ്റെ ആ ജന്മവും തൻ്റെ ഭക്തിയും തൻ്റെ ചരിതവും പറഞ്ഞു കൊടുത്തതിന് ശേഷം പോയി ആ അഭിപ്രായം കേട്ട വ്യാസര് എന്താ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ശ്ലോകം വായിക്കാം. നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണഃ ശ്രുതവാംസ്തദഭിപ്രേതം തതഃ കിമകരോത് വിഭുഃ. സൂത ഉവാച ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമപശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധനഃ. സൂതഃ ഉവാച, സൂതർ പറഞ്ഞു. ബ്രഹ്മനദ്യാം, ബ്രഹ്മനദിയായ സരസ്വത്യാം, സരസ്വതീ നദിയിൽ, പശ്ചിമേ തടേ, പടിഞ്ഞാറേ തടത്തിൽ, ഋഷീണാം സത്രവർദ്ധനഃ, ഋഷികളുടെ സത്രത്തെ വർദ്ധിപ്പിക്കുന്നതും, ശമ്യാപ്രാസഃ ഇതി പ്രോക്തഃ, ശമ്യാപ്രാസം എന്ന പേരുള്ളതുമായ ഒരു ആശ്രമഃ, ആശ്രമം അസ്തി, ഉണ്ട്. ബ്രഹ്മനദിയാകുന്നു സരസ്വതീ നദി. ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ സരസ്വതീ നദിയിൽ പടിഞ്ഞാറേ തടത്തിൽ നിരന്തരമായി സത്രം നടന്നുകൊണ്ടിരിക്കുന്ന ശമ്യാപ്രാസം എന്ന ആശ്രമമുണ്ട്. ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധനഃ. 3-ാമത്തെ ശ്ലോകം വായിക്കാം. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസീനോപ ഉപസ്പൃശ്യ പ്രണിദധ്യൗ മനസ്വയം. ബദരീഷണ്ഡമണ്ഡിതേ, ബദരീ മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട, തസ്മിൻ സ്വേ ആശ്രമേ, ആ തൻ്റെ ആശ്രമത്തിൽ, ആസീനഃ ഇരിക്കുന്ന, വ്യാസഃ വ്യാസര്, അപഹ ഉപസ്പൃശ്യ ജലത്തെ സ്പർശിച്ചിട്ട്, സ്വയം മനഃ പ്രണിദധ്യൗ താനേ തന്നെ, സ്വയമേവ തൻ്റെ മനസ്സിനെ പ്രണിധാനം ചെയ്തു, അതായത് അടക്കി. ബദരീ മരങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന് ബദരിയാശ്രമം എന്ന് പേര്. ആ ആശ്രമത്തിന് അങ്ങനെയുള്ള തൻ്റെ ഭംഗിയോടുകൂടിയ ആ ബദരീ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആശ്രമത്തിൽ ഇരുന്ന്
ശരീരശുദ്ധിയൊക്കെ ചെയ്ത് മനസ്സിനെ അടക്കിയിട്ട് അദ്ദേഹം ധ്യാന നിമഗ്നനാവുകയാണ്. സമാധി കൊണ്ടാണല്ലോ, സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം എന്നാണ് നാരദ മഹർഷി പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ ധ്യാനിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ ചലിപ്പിക്കാതെ അദ്ദേഹം ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങി. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസിനോപ ഉപസ്പൃശ്യ പ്രണിദ്യോ മനസ്വയം. ശ്ലോകം 4. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ അമലേ അപശ്യത് പുരുഷം പൂർവം മായാം ച തദുപാശ്രയാം. ഭക്തിയോഗേന, ഭക്തിയോഗം കൊണ്ട് അമലേ നിർമ്മലമായും സമ്യക് പ്രണിഹിതേ നന്നായിട്ട് ഉറപ്പിക്കപ്പെട്ടുമിരിക്കുന്ന മനസ്സിൽ പൂർവം പുരുഷം ഒന്നാമതായിട്ട് ആദ്യമായിട്ട് ഈശ്വരനെയും തദുപാശ്രയാം അവനാകുന്ന ആശ്രയത്തോടുകൂടിയ മായാംജ അപശ്യത് മായയെയും കണ്ടു. വർദ്ധിച്ചതായ ഭക്തി ഉണ്ടായി. ആ ഭക്തി യോഗമായി തീർന്നു. ഭഗവാനോട് ഏറ്റവും അധികം ചേർച്ചയുള്ളതായി തീർന്നു. അപ്പോൾ മനസ്സ് പരിശുദ്ധമായി. കാമ രാഗ ആ മാലിന്യങ്ങളെല്ലാം, രാഗദ്വേഷങ്ങളെല്ലാം തീർന്ന് ശുദ്ധമായി ചിത്തം അടങ്ങി. അപ്പോൾ അതിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരമ്പൊരുളിനെയും ആ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന മായയെയും വ്യക്തമായി കണ്ടു. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ അമലേ അപശ്യത് പുരുഷം പൂർവം മായാം ച തദുപാശ്രയാം. 5-ാമത്തെ ശ്ലോകം വായിക്കാം. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോ വിമനുദേനർത്ഥം തത്കൃതം ചാഭിപദ്യതേ. ജീവഃ ജീവൻ, പരഃ അപി പരമാത്മാവ് തന്നെയാണെങ്കിലും യയാ സമ്മോഹിതഃ യാതൊന്നിനാൽ ഏറ്റവും മോഹിപ്പിക്കപ്പെട്ടു, ആത്മാനം ത്രിഗുണാത്മകം മനുതേ അങ്ങനെ ആത്മാവിനെ 3 ഗുണങ്ങളോട് കൂടിയതായിട്ട് വിചാരിക്കുന്നു. തത്കൃതം അവയാൽ, അതായത് ആ ത്രിഗുണങ്ങളാൽ ചെയ്യപ്പെടുന്ന അനർത്ഥം ച അഭിപദ്യതേ അനർത്ഥത്തെയും പ്രാപിക്കുന്നു. സത്വ രജസ് തമോ ഗുണങ്ങൾ, 3 ഗുണങ്ങൾ, അതിനെ അതിക്രമിച്ചിരിക്കുന്ന ജീവൻ പരമാത്മാവ് തന്നെയാണ്. പക്ഷേ ആ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന മായയുടെ ആവരണ ശക്തി കൊണ്ട് മറയ്ക്കപ്പെട്ടിട്ട് സ്വരൂപത്തെ അറിയാത്തവനായിട്ട് ത്രിഗുണങ്ങളുടെ സ്വരൂപത്തോടു കൂടിയവനാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് മോഹം. ഇത് കാരണം ഞാൻ കർത്താവ്, ഞാൻ ഭോക്താവ്, അതായത് ഞാൻ കർമ്മത്തെ ചെയ്യുന്നവൻ, ഞാൻ ആ കർമ്മഫലത്തെയൊക്കെ അനുഭവിക്കുന്നവൻ എന്നീ വിധം ഭാവന ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായാൽ അനർത്ഥത്തെ പ്രാപിക്കുന്നു എന്ന് വ്യാസമഹർഷി ആ തൻ്റെ ദിവ്യ ചക്ഷുസിൽ കണ്ടറിഞ്ഞു ധ്യാന നിമഗ്നനായപ്പോൾ. അപ്പോൾ ആ മായയെ തരണം ചെയ്യണം അല്ലേ? ആ അനർത്ഥത്തെ ശമിപ്പിക്കുന്നതിന് അതിനെന്താ വേണ്ടത്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുദേനർത്ഥം തത്കൃതം ചാഭിപദ്യതേ. ഭക്തജനങ്ങൾക്ക് ഈയൊരു ക്ലാസ് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഈ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു.
അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.